ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളമാണ് വാദം നടന്നത്. ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും രാഹുലിനെതിരെ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ തനിക്കെതിരായ പരാതി വ്യാജമെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയെന്നുമാണ് രാഹുലിന്റെ വാദം. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂർ നീണ്ട വാദം, ശക്തമായ വാദപ്രതിവാദങ്ങൾ, പ്രതിഭാഗം പറയുന്നു രാഷ്ട്രീയ ഗൂഢാലോചന. എന്നാൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് അടക്കം വായിച്ചുകൊണ്ട് അതിന് പ്രതിരോധം തീർത്ത് അതിശക്തമായ വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. ഇനി എന്താണ് തീർപ്പ്? എപ്പോഴേക്കായിരിക്കും ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാവുക? എന്തൊക്കെയാണെന്ന് കോടതി സംഭവിച്ചു? അനിതര സാധാരണമായ കോടതി നടപടിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കോടതി കേട്ടു. ഇനി എപ്പോഴായിരിക്കും വിധി പറയുക എന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം പറയും. എന്നത്തേക്കായിരിക്കും മുൻകൂർ ജാമ്യം രാഹുലിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതി എന്ന് അക്കാര്യം ആ വിധി പറയുമെന്നുള്ള കാര്യത്തിലാണ് അല്പസമയത്തിന് ശേഷം 2 മണിയോടുകൂടി തന്നെ ഇപ്പോൾ കോടതി നടപടി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കോടതി എപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച് രാഹുലിന് ജാമ്യം ലഭിക്കും, മുൻകൂർ ജാമ്യം ലഭിക്കും എന്ന കാര്യത്തിൽ തീരുമാനം പറയും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട 2 കൂട്ടർ നിലവിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും നൽകിയിട്ടുള്ള തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, വീഡിയോ ഉണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്, ഒപ്പം തന്നെ വാട്സാപ്പിൽ അയച്ച പല സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ തന്നെ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നാണ് നിലവിൽ അഭിഭാഷകൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം അഭിഭാഷകൻ പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടത്. അതുവരെയും, അതായത് കോടതി ഇത് പരിശോധിക്കുന്നത് വരെയും അറസ്റ്റ് തടയാനുള്ള നടപടി സ്വീകരിക്കാൻ പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രോസിക്യൂട്ടർ അത് പോലീസിന്റെ നടപടിയാണ്, പോലീസാണ് അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. കോടതി അത് തടഞ്ഞാൽ സ്വാഭാവികമായും പോലീസിനും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പ്രോസിക്യൂട്ടർക്ക് അറസ്റ്റ് തടയാനുള്ള അധികാരം നിലവിലില്ല എന്ന സാങ്കേതികത്വം പ്രോസിക്യൂട്ടർ കോടതി അറിയിച്ചു. അതുകൊണ്ട് തന്നെ നാളെ കൂടി ഈ 2 കൂട്ടരും നൽകിയിട്ടുള്ള വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ സ്വാഭാവികമായും കോടതിക്ക് അധിക സമയം, അതായത് കൂടുതൽ സമയം വേണം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പരിശോധിച്ച് തീരുകയില്ല. നാളെയും പരിശോധിച്ച് ഒരു പക്ഷേ മറ്റന്നാളത്തേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ലൈംഗിക പീഡന കേസിൽ, ഈ ഗർഭചിത്രം നടത്തിയ കേസിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയുക. ഒരു പക്ഷേ മറ്റന്നാളത്തേക്കായിരിക്കും ഈ കാര്യം കോടതി വ്യക്തമാക്കുക. സെഷൻസ് കോടതിയിൽ ഇന്ന് അനിതര സാധാരണമായ 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ കേസുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. 7 ദിവസമായി രാഹുൽ ഒളിവിലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം രാഹുൽ ഒരു തരത്തിലുമുള്ള പീഡനമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിന്റെ വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കി. അതായത് ഗർഭചിത്രം നടത്താൻ വരെ അതിന് മുൻകൈയെടുത്തത് പെൺകുട്ടിയാണ്, അതിജീവിതയാണ്. അതിന് തന്റെ സുഹൃത്തുമായി നടത്തിയിട്ടുള്ള ചാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സമർത്ഥിച്ചുകൊണ്ടാണ് പ്രതിഭാഗം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകണമെന്ന വാദം മുന്നോട്ട് വെച്ചത്. കോടതി ഈ 2 വാദഗതികൾ കൃത്യമായി പരിശോധിച്ച് ഇഴകീറി പരിശോധിച്ച ശേഷമായിരിക്കും, കൂട്ടിക്കിഴിച്ച ശേഷമായിരിക്കും ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏറ്റവും സങ്കീർണമായ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ, ഡിജിറ്റൽ തെളിവുകൾ, മെഡിക്കൽ രേഖകൾ, ഒപ്പം തന്നെ ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള രഹസ്യമൊഴി. ഈ പെൺകുട്ടി കോടതിയിൽ നേരത്തെ തന്നെ ജഡ്ജിക്ക് കാണുന്ന വിധത്തിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ആ രഹസ്യമൊഴി കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂറോളം സമയമാണ് 2 അഭിഭാഷകരും കോടതിയിൽ തങ്ങളുടെ വാദഗതികൾ ഉയർത്തി കാണിച്ചത്. പിന്നീട് അരമണിക്കൂർ സമയത്തോളം കോടതി പരിശോധിച്ചത് ഇരുകൂട്ടരും കൊടുത്ത ഫയലുകളാണ്, അതായത് ഡിജിറ്റൽ തെളിവുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലവിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ കാണിക്കുന്നത് ഡോക്ടർ, അതായത് ഈ അതിജീവിത ഗർഭചിത്രം നടത്തിയ ശേഷം അല്ലെങ്കിൽ പീഡനത്തിനിരയായ ശേഷം ആശുപത്രിയിൽ കഴിഞ്ഞുവെന്നും അവിടെ അഡ്മിറ്റ് ആയതിന്റെ രേഖകൾ, ഒപ്പം തന്നെ ഡോക്ടർമാരുടെ മൊഴി, ഒപ്പം തന്നെ അതിജീവിത പറഞ്ഞിട്ടുള്ള മൊഴികളുടെ ഏറ്റവും ശക്തമായ തെളിവുകളൊക്കെ തന്നെ കൊടുക്കാൻ നിലവിൽ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി, അതായത് ഈ കേസിലെ ഒറ്റ പ്രതിയാണ് ഈ കേസിലുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്ത് വലിയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഈ കേസിലെ തെളിവുകൾ, ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ഒരു ക്രിമിനലിന്, അതായത് ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒട്ടേറെ പരാതികൾ ഇനിയും വരുന്നുണ്ടെന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചു. മാധ്യമ വാർത്തകളിലൂടെയൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ കോടതി അറിയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ അത്തരം വാദഗതികൾ നിരത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് അല്പസമയത്തിന് ശേഷം രാഹുലിന്റെ ജാമ്യം, അതിന്റെ വിധി എന്ന് പറയുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ കേസിൽ ഈ 2 കൂട്ടരും നൽകിയിട്ടുള്ള വീഡിയോ തെളിവുകൾ പരിശോധിക്കാനുള്ള സാവകാശമാണ് നിലവിൽ കോടതിക്ക് വേണ്ടത്. അത് അതിസങ്കീർണമാണ്. 2 കൂട്ടരും നിരത്തുന്ന വാദഗതികളിൽ ഏതാണ് കൃത്യമായ ന്യായമുള്ളത്, നീതിന്യായ വ്യവസ്ഥയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും തിരുവനന്തപുരത്തെ വഞ്ചൂർ സെഷൻസ് കോടതി ജാമ്യം പറയുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. സുഹൈൽ.
എന്തായാലും ഹാബിച്വൽ ഒഫൻഡർ ആണെന്നടക്കമുള്ള വാദഗതികളാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. കുറച്ചധികം രേഖകൾ പ്രതിഭാഗവും വാദിഭാഗവും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും മുൻകൂറിൽ തീർപ്പുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരാനുള്ള സാധ്യതയില്ല. എന്തായാലും എപ്പോഴേക്ക് വിധി വരുന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.